BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയതാണ്. കോഴിക്കോട് മൂഴിക്കലിൽ 16 വയസ്സുകാരിയായ നസ്രിയയുടെ കൊലപാതകം. നസ്രിയയെ കൊലപ്പെടുത്തിയതിന് ശേഷം ബന്ധുവായ അദ്നാൻ ആത്മഹത്യ ചെയ്യുന്നു. പ്രത്യക്ഷത്തിൽ ഇതിനകത്ത് ഒരു വീടിനകത്ത് കുടുംബക്കാർ തമ്മിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ളൊരു വിദ്വേഷം, പക, മുൻവൈരാഗ്യം, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ആണ് ഇത് എന്നുള്ള രീതിക്ക് സെറ്റിലാക്കി പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഇതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും ദുരൂഹമായിട്ട് ഉണ്ടായിരുന്നത്, നസ്രിയയെ വകവരുത്തിയതിന് ശേഷം ടേപ്പ് ഉപയോഗിച്ച് മുഖത്തും കയ്യിലും കാലിലും ഒക്കെ ചുറ്റി കഴുത്തിൽ ഷോൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം അദ്നാൻ സ്വയം ഈ ടേപ്പ്, നമ്മൾ ഒട്ടിക്കുന്ന വലിയ വണ്ണം കൂടിയ ഡക്ട് ടേപ്പില്ല, ഈ ടേപ്പ് എടുത്ത് മുഖത്തും കഴുത്തിലൊക്കെ ചുറ്റി അവൻ അങ്ങനെ സ്വയം ശ്വാസം മുട്ടി അവൻ അങ്ങനെയാണ് മരിച്ചു. ഇതെന്തോന്നുള്ളൂ, അതെങ്ങനെ സാധിക്കും എന്നുള്ളൊരു ദുരൂഹതയായിരുന്നു എനിക്ക് ആദ്യം ഈ ന്യൂസ് കേട്ടപ്പോൾ ഉണ്ടായിരുന്നത്. ഈ ന്യൂസ് അധികം ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാം. ഇന്നലെ പുലർച്ചെയാണ് കോഴിക്കോട് മൂഴിക്കലിലെ 16-കാരി നസ്രീന അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നത്. തുണി ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊല ചെയ്തതെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ബന്ധുവായ സഹോദരൻ കൊളത്തറ സ്വദേശി അദ്നാനാണ് ക്രൂരകൃത്യം ചെയ്തത്. പെൺകുട്ടിയുടെ മുത്തശ്ശിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനും യുവാവ് ശ്രമിച്ചു. പിന്നാലെ യുവാവും ജീവനൊടുക്കി. അദ്നാന്റെ മരണം ആത്മഹത്യ എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മോഷണ ശ്രമത്തിനിടെ ഉണ്ടായ കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ്. വീട്ടിൽ മോഷണത്തിനുള്ള ശ്രമം നടന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു. കൊലപാതകം നടന്ന ദിവസം വൈകിട്ട് 7:30 പ്രതി അദ്നാൻ വീട്ടിലെത്തുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി വീട്ടുകാർ പടക്കം പൊട്ടിക്കുന്ന ബഹളത്തിനിടയിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അടുക്കള വാതിലിലൂടെയാണ് ഇയാൾ അകത്ത് കയറിയത്. വീട്ടിലെ മിക്ക CCTV ക്യാമറകളും അദ്നാൻ നശിപ്പിച്ചെങ്കിലും അടുക്കള ഭാഗത്തെ ക്യാമറയിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് അന്വേഷണത്തിൽ നിർണായകമായി. മോഷണ ശ്രമവും വ്യക്തിപരമായ പകയുമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. നസ്രീനയുടെ വല്യുമ്മ ഉറങ്ങിക്കിടക്കുമ്പോൾ തലയിണയ്ക്കടിയിൽ നിന്ന് താക്കോൽ മോഷ്ടിക്കാനും അതുപയോഗിച്ച് അലമാരകൾ തുറക്കാനും അദ്നാൻ ശ്രമിച്ചിട്ടുണ്ട്. യുവാവിന്റെ സ്വഭാവ ദൂഷ്യം പെൺകുട്ടി കണ്ടുപിടിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. പഠനത്തിൽ വളരെയധികം പിന്നോക്കം പോയ അദ്നാൻ കുടുംബത്തിന് തലവേദനയായിരുന്നു. അദ്നാനെ നല്ല വഴിക്ക് കൊണ്ടുവരാനാണ് കൊളത്തറയിലെ വീട്ടിൽ നിന്ന് മൂഴിക്കലിലെ പൂതംകുഴി മീത്തലെ ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പഠനം തുടരുന്നതിനായി അദ്നാനെ മർക്കസ് ITIയിൽ ചേർക്കുകയും ചെയ്തു. നസ്രീനയുടെ പിതാവ് നിസാർ വിദേശത്തായതുകൊണ്ട് ഉമ്മയുടെ ഉപ്പയായ ഹംസയ്ക്ക് ഒരു കൈ സഹായമായി അദ്നാൻ ഇവിടെ ഉണ്ടാകുമെന്നും എല്ലാവരും കരുതി. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിസാർ റംസീന ദമ്പതിമാരുടെ മക്കൾക്കുള്ള അതേ സൗകര്യങ്ങളും അധികാരങ്ങളും അദ്നാന് ലഭിച്ചു. ഇത് ചൂഷണം ചെയ്ത വീട്ടിൽ നിന്ന് പലപ്പോഴായി 40,000 രൂപ വരെ മോഷ്ടിച്ചുവെന്നത് നസ്രീന കണ്ടെത്തി. പിന്നാലെ അദ്നാന്റെ ചില ലഹരി ഇടപാടുകളും കുടുംബം അറിഞ്ഞു. ഇതറിഞ്ഞ് ഹംസ ഇടപെട്ട് അദ്നാനെ കൊളത്തറയിലെ വീട്ടിലേക്ക് മടക്കി അയച്ചു. പഠന മികവ് കൊണ്ടും കാര്യപ്രാപ്തി കൊണ്ടും ചെറുപ്പത്തിലെ മിടുക്കിയായ നസ്രീനയോട് അദ്നാന് നേരത്തെ തന്നെ നീരസമുണ്ടായിരുന്നു. ഈ പക കൊലപാതകത്തിലേക്ക് നയിച്ചോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് അദ്നാന്റെ അടുത്ത സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്നത്. അദ്നാന്റെ മൊബൈൽ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ട് തുറന്നാണ് അദ്നാൻ വീടിനകത്ത് കയറിയത്. അടുക്കള ഭാഗത്തെ CCTVയിൽ അദ്നാന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. വൈകിട്ട് 7:30 യുവാവ് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ ശേഷം ഒളിച്ചിരിക്കുകയായിരുന്നു. അദ്നാന്റെ ആത്മഹത്യക്ക് തിരഞ്ഞെടുത്ത മാർഗവും സാധാരണമല്ലാത്തതാണ്. വീതിയേറിയ പ്ലാസ്റ്റർ ഉപയോഗിച്ച് മൂക്കും വായിയും കണ്ണും മൂടുന്ന രീതിയിൽ തലയ്ക്ക് ചുറ്റും വരിഞ്ഞൊട്ടിച്ചാണ് മരണം വരിച്ചത്. ഇതിൽ ആദ്യം അന്വേഷണ സംഘത്തിന് ദുരൂഹത തോന്നിയെങ്കിലും ആത്മഹത്യ എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. ശാസ്ത്രീയമായ തെളിവുകളും CCTVകളും ശേഖരിച്ച അന്വേഷണ സംഘം കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. ഈ അടുത്ത് നടന്ന പല കേസുകളിലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇത് എൻ്റെ മാത്രം തോന്നലാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. പലതിലും ഇതെന്താടാ ഇങ്ങനെ എന്ന് തോന്നിയിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെങ്ങാനും കൃത്രിമം നടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ളൊരു സംശയമൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അത്ര യൂഷ്വൽ അല്ല ഒരാൾ വേറൊരാളെ തീർത്ത് കളഞ്ഞ് സ്വയം തീരാൻ വേണ്ടി മുഖത്ത് ഈ ടാപ്പ് വരിഞ്ഞു ചുറ്റി കെട്ടി സ്വയം ശ്വാസം മുട്ടി, അതിലും ഇപ്പം മരിക്കണം എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, സ്വയം ഇല്ലാതാവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ
റൂമിനകത്താണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബെഡ്ഷീറ്റ് ഉണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവും, എടുത്ത് കെട്ടി അതാണ് അതിൻ്റെ ഒരു ഇനീഷ്യൽ തോന്നുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് മുറിച്ച് കളയുക, എനുമ്പെല്ലാം മുറിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അല്ലാതെ ഇതെന്തെന്നാ ഇത് എന്നുള്ളത് ഞാൻ കുറേ ആലോചിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിൽ നമുക്കൊന്നും പറയാനില്ല, അതങ്ങനെ പോയി. പിന്നെ എനിക്കിതിനകത്ത് തോന്നിയ ദുരൂഹതകൾ ഞാൻ ഇനി പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ ഈ പയ്യൻ്റെ കയ്യിൽ 2 ഫോണുണ്ട്, ഈ പെൺകുട്ടീൻ്റെ കയ്യിൽ 2 ഫോണുണ്ട്. ഈ പയ്യൻ്റെ കയ്യിൽ 3 ഫോണുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്, പക്ഷെ ഒരു ഫോണ് മാത്രമാണ് റൂമിൽ നിന്ന് കിട്ടിയത്. ഈ പെൺകുട്ടിയെ ഇവൻ തീർത്ത് കളഞ്ഞ റൂമിൽ തന്നെയാണ് ഈ പയ്യൻ ഉള്ളത് എന്നുള്ളത്. ഈ അന്നേ ദിവസം ഈ സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയ കുറച്ച് നാട്ടുകാരും പിന്നെ കുടുംബക്കാരാണ് തോന്നുന്നു, 1-2 കുടുംബക്കാരല്ല, നാട്ടുകാരനെ തോന്നുന്നു, അവർ പറഞ്ഞപ്പോൾ മനസ്സിലായത്. മോശം അഭിപ്രായമൊന്നുമില്ല, നല്ല സ്വഭാവക്കാരി കുട്ടിയാണ്. ഇങ്ങനെ സംഭവം ഉണ്ടായത് വലിയ വിഷമത്തിലാണ്. വലിയ വിഷമത്തിലാണ്. അച്ഛനൊന്നും ഇവിടെ ഇല്ല. അച്ഛൻ ഗൾഫിലാന്ന്. നാളെ 8 മണിയാകുമ്പോഴേക്ക് വരികയുള്ളൂ. ഈ പയ്യൻ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറെ താമസിച്ചു പോയതാ. പിന്നെ ഇപ്പം കുറച്ച് നാളായിട്ട് പിന്നെ വരാതെയായി. എപ്പോഴെങ്കിലും ഈ സംഭവം അറിയുന്നത് ഞങ്ങൾ 5 മണിക്ക് അറിയുന്നത്, പൊലിച്ച നേരം. ഒന്നാൽ 7:30 മണിക്ക് വന്ന് ഉള്ളിൽ കയറിയെന്നാ പറയുന്നത്. വീട്ടിന്റെ ഉള്ളിൽ അറിഞ്ഞില്ല. ഒരു 12 മണി വരെയൊക്കെ കളിച്ചൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് ഒന്നേരമൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ടെന്നാ പറയുന്നത്. ഞങ്ങൾക്ക് അയൽവാസി. ഉമ്മേന്റെ ഉമ്മ മാത്രമേ ഉമ്മ ഉമ്മയുണ്ട്. മോള് കിടന്നാ ഈ കുട്ടി മോളിലാണ് കിടന്നത്, ഒറ്റയ്ക്ക് റൂമില്. ഇല്ല. പിന്നെ ഉമ്മേനെ കൊല്ലാൻ വന്നപ്പോന്ന് ആരാടാന്ന് വെച്ചപ്പോ പറയുന്നു. പിന്നെ ഞങ്ങളെന്റെ മോനെ വിളിച്ച് വരുത്തിയതാ. ആരോ ഒന്നും അകത്തുനിന്ന് ഇവനാന്നുള്ള പ്രതീക്ഷയില്ലാന്നാ പറയുന്നത്. അവിടുന്ന് തന്നെ മരിച്ചത്, ആ റൂമിൽ തന്നെയാ മരിച്ചത്. മോളെ ആദ്യം ഹോസ്പിറ്റലിൽ എത്തിച്ച് പിന്നെ മോനെയും പോലീസുകാരൊക്കെ വന്നതിന് ശേഷം എത്തിച്ചതാ. ഓ, മോനും മരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീടിനകത്ത് സ്ത്രീകളാണുള്ളത്. ഉമ്മുമ്മ, ഈ പെൺകുട്ടിയുടെ ഉമ്മ, ഈ പെൺകുട്ടി, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു അനിയനുണ്ട് തോന്നുന്നു. 3 സ്ത്രീകളാണ് ഉള്ളത്. പിന്നെ വന്ന് ഈ ഉമ്മൂമാൻ്റെ ഒച്ചവിളിയും കേട്ടപ്പോൾ ഓടി വന്ന കുറച്ച് പേരാണ്. അവർ വന്ന സമയത്ത് ഇവൻ വേറൊരു റൂമിലേക്ക് ഓടിക്കയറി അവിടെ പൂട്ടിയിട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇവന് തെളിവ് നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫോണ് എന്താണെങ്കിലും അവൻ നശിപ്പിച്ച് കളയും, എന്തെങ്കിലും ഡിജിറ്റൽ തെളിവോ എവിഡൻസോ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഈ ഒരു പെർട്ടിക്കുലർ കേസിനകത്ത് ഏറ്റവും കൂടുതൽ ദുരൂഹത നടക്കുന്ന അവിടെയാണ്. അതിനാൻ്റെ കയ്യിൽ നിന്ന് 1 ഫോണ് മാത്രം റൂമിൽ നിന്ന് കിട്ടി. പെൺകുട്ടിയുടെ 2 ഫോണും പിന്നെ 1 ഫോണും, 3 ഫോൺ ഇന്ന് വീടിനകത്തുള്ള കിണറിനകത്താണ് കിട്ടിയത്. അതാരും കൊണ്ടുപോയിട്ട് 7:30-ക്ക് വീട്ടിനകത്ത് കൊലപാതകം പ്ലാൻ ചെയ്ത് കയറിയ ഈ പയ്യൻ ഇവൻ എന്താണെങ്കിലും ആ ഫോൺ കൊണ്ടുപോയിട്ട് കിണറ്റിലിടാനുള്ള സാഹചര്യം ഇല്ല. ഇപ്പോൾ കുടുംബക്കാർ പറയുന്ന പോലെ അവർ ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി അതിനാനെ റൂമിൽ പൂട്ടിയിട്ടു. അതിനാൻ ഉള്ളുന്ന ആ റൂം ലോക്കാക്കി. പോലീസ് വന്നപ്പോൾ വാതിൽ ചവിട്ടി തുറന്നപ്പോൾ അതിനാൻ സ്വയം തീർന്ന് നടക്കുന്നു, ടേപ്പൊക്കെ മുഖത്തൊട്ടിച്ച് ശ്വാസം മുട്ടി കിടക്കുന്നു. ഈ ഫോൺ എന്തിനാണ്, ആരാണ് ഈ കിണറ്റിൽ കൊണ്ടുപോയിട്ടത്? കിണറ്റിൽ ഫോൺ ഡിസ്പോസ് ചെയ്യാനുള്ള റീസൺ എന്താ? വലിച്ചെറിയ പൊട്ടിച്ച് കളയില്ല, കിണറ്റിൽ കൊണ്ടുപോയിടുന്നു. അത് വാട്ടർ ഡാമേജ് ആവണം, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കില്ല എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും, അവിടെയാണ് ഇതിൻ്റെ ദുരൂഹത കിടക്കുന്നത്. അത് ആര് ചെയ്തു, എന്തിനു ചെയ്തു? അപ്പോൾ ഈ ഓടിക്കൂടിയ ആളുകളിൽ ആരെങ്കിലും ചെയ്തതാണോ എന്നുള്ള ചോദ്യമൊക്കെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് ബാക്കിയാവുന്നില്ലേ? പിന്നെ ഇവരൊക്കെ ഇപ്പോൾ സഹോദരിയുടെ മകനും സഹോദരിമാരുടെ മകനും മകളുമാണ് ഇവർ. ഓക്കെ, രണ്ട് പേരിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അദ്നാൻ അത്ര പഠിക്കാൻ പ്രാപ്തിയുള്ള ഒരാളല്ല, പഠനത്തിൽ വളരെ ബാക്കിലേക്കാണ്. വേറെ കുറേ സിറ്റുവേഷനിലൂടെയാണ് ആ ചെക്കൻ പോകുന്നത്. ലഹരി, അത് ഇത്, കള്ളത്തരം, മോഷണം, ഈ പരിപാടികളിലൂടെയാണ് അവൻ പോകുന്നത്. നസ്രി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, നല്ല രീതിയിൽ പഠിക്കും, ഡോക്ടറാവണമെന്നുള്ള ആഗ്രഹമാണ്, അങ്ങനത്തെ ഒരു കുട്ടി. അപ്പോൾ എവിടെയോ ഈ ചെക്കൻ ഒരുതരം കോംപ്ലക്സ് വർക്കൗട്ട് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു വീടിനകത്തുള്ളപ്പോൾ തന്നെ
ഒന്നും പഠിക്കാത്തതും അല്ലെങ്കിൽ തലതെറിച്ച് നടക്കുന്ന ഒരുത്തനെയും അധികം ആരും അങ്ങനെ കൺസിഡർ ചെയ്യില്ല. ഈ കുട്ടിക്ക് കൂടുതൽ കൺസിഡറേഷൻ പോയോ അല്ലെങ്കിൽ ഈ കുട്ടിയെ കൂടുതലായിട്ട് ഇവർ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചില കോംപ്ലക്സുകളൊക്കെ അവന് ബിൽഡാവാനുള്ള ചാൻസ് ഉണ്ട്. കൂട്ടത്തിൽ ഈ പെൺകുട്ടി ഇവൻ്റെ ഈ പറഞ്ഞ ലഹരി കച്ചവടവും പൈസ അടിച്ചു മാറ്റുന്ന പരിപാടിയൊക്കെ അറിഞ്ഞ് അത് വീട്ടിൽ പറഞ്ഞ് ഇവനെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു അവസ്ഥ ആ കുട്ടി കാരണം വന്നു കഴിഞ്ഞ് ഇവൻ ആ ഉള്ളൊരു ഈഗോ ഒന്നും കൂടി കൂടുകയുള്ളൂ. അപ്പോൾ ആ കുട്ടിയോട് ദേഷ്യം തോന്നും. ഓക്കെ, അതൊക്കെ ഇവർ ഈ പറയുന്ന പോലീസിൻ്റെ കണ്ടുപിടുത്തങ്ങളോട് യോജിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് ഒരു നമുക്കൊരു 99% അത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇവൻ 7:30 വീട്ടിൽ കയറി, പുറത്തെല്ലാവരും വിഷുവിന് വേണ്ടി പടക്കം പൊട്ടിക്കും പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. ആ ടൈമിൽ വേണമെങ്കിൽ ഇവന് ഈ ഉമ്മുമ്മാൻ്റെ റൂമിൽ കയറിയിട്ട് താക്കോലെടുത്തിട്ട് വീട്ടിലുള്ള സാധനം, അതായത് മോഷണമാണ് ഇവൻ്റെ ഉദ്ദേശം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യാം, ഇതിനൊന്നും വെയിറ്റ് ചെയ്ത് അവിടുന്ന് ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോകാൻ. ഡ്യൂപ്ലിക്കേറ്റ് ചാവി അവൻ്റെ കയ്യിലുണ്ട്, CCTVൻ്റെ മൊത്തം കൺട്രോൾ അവൻ്റെ ഫോണിനകത്താണ് ഇരിക്കുന്നത്. പക്ഷെ അതിന് പകരം ആദ്യം നസ്രിയെ പോയി തീർത്ത് അതിന് ശേഷം ഉമ്മൂമ്മയാണ് ഇവൻ എന്ത് ചെയ്തത്, ഇവൻ്റെ നിഴല് പോലെ ഇവൻ പോണത് കണ്ടതിന് ശേഷം നാട്ടുകാരെയും കുടുംബക്കാരെയും വിളിച്ചു കൂട്ടിയത്. അതായത് അച്ചോസ് അവിടെ നസ്രിയെ തീർത്തതിന് ശേഷമാണ് അതിനാൻ ഉമ്മൂമ്മാൻ്റെ അടുത്ത് ഇത് മോഷണത്തിന് വേണ്ടി വരുന്നത്. അതിനങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളത്? ആദ്യം മോഷണമാണ് ഇവൻ്റെ ആവശ്യം എന്നുണ്ടെങ്കിൽ മോഷ്ടിച്ച് പൈസയും കൊണ്ട് പോയാൽ മതി, അല്ലെങ്കിൽ എല്ലാ പരിപാടിയും കൊണ്ട് പോയാൽ മതി. ഇപ്പോൾ ഇവൻ്റെ കയ്യിൽ CCTVൻ്റെ ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ആ ആക്സസിൽ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും പുറത്ത് പടക്കം പൊട്ടിക്കലും ബാക്കി ആഘോഷം പരിപാടികളിലൊക്കെയാണുള്ളത്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് വീട്ടിൽ കയറാമെന്നുള്ളത് കൊണ്ട് ബാക്ക് വഴി വീട്ടിൽ കയറി സാധനം അടിച്ച് മാറ്റി പോവാം. അപ്പം അതിനുപരി ഇവന് ആ കുട്ടിയോടുള്ളൊരു ദേഷ്യം, നസ്രിയോടുള്ളൊരു ദേഷ്യം, വാശി, വൈരാഗ്യം എന്തോ ഉണ്ട്. ഈ നസ്രിയും അദ്നാനും തമ്മിൽ സാരമായ എന്തോ വിഷയമുണ്ട്, അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു ഫാക്ടർ ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് അവൻ ആ പെൺകുട്ടിയെ തീർത്തതും ആ പെൺകുട്ടി തീർന്നു എന്ന് മനസ്സിലായപ്പോൾ സ്വയം ഒടുങ്ങിപ്പോയതും. പക്ഷേ ഈ സ്വയം ഒടുങ്ങി എന്ന് പറയുമ്പോഴും ഇവൻ ഈ മുഖത്ത് ടേപ്പ് ചുറ്റിയതും ഇവൻ്റെ ഫോണ് കിണറ്റിൽ നിന്ന് കണ്ടുപിടിച്ചതൊക്കെ വളരെയധികം ദുരൂഹമായിട്ടുള്ള ഫാക്ടേഴ്സാണ്. വരും ദിവസങ്ങളിൽ പോലീസ് അന്വേഷണത്തിൽ എന്തുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് ഈ ഫോൺ കിണറ്റ് പോയെന്നുള്ളതൊക്കെ എന്താണെങ്കിലും കണ്ടുപിടിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു കമൻറ്റ് ഞാൻ കണ്ട്, ഒരു ന്യൂസ് ചാനലിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ്. അവൻ കുഞ്ഞുനാൾ മുതലേ അവരെ കൂടെ തന്നെയാണ്, അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയല്ലേ ചേട്ടാ, അവനോട് ആയിരുന്നു ആദ്യം എല്ലാവർക്കും ഇഷ്ടം, പിന്നീട് നസ്രിയ ജനിച്ചപ്പോൾ നസ്രിയോടായി ഇഷ്ടം. കുട്ടികളെ വേർതിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ അവിടുത്തെ വല്യമ്മയും മറ്റുമാണ്. കുട്ടികൾ മോശം വഴിക്ക് പോകുന്നത് വീട്ടിലെ മുതിർന്നവർ കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടാണ്. അല്ലാതെ ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്കും കുട്ടികളെ വൃത്തികെട്ടവൻ ആയിരുന്നു പറയുന്ന മനുഷ്യന്മാർ ആണ് ഏറ്റവും വൃത്തികെട്ടവൻ. ആരാദ്യം പാരൻസിൻ്റെ സ്വഭാവം നന്നായിരിക്കണം എന്നാലേ നന്നാവുകയുള്ളൂ. അവൻ നല്ലൊരു മോനായിരുന്നു. ഇപ്പോഴും അവൻ്റെ ചിരിച്ച മുഖമാണ് എൻ്റെ മനസ്സിലുള്ളത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ന് പറഞ്ഞിട്ട് നസീറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്നൊരു കമൻറ്റ് കാണാനിടയായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈഗോ സാധനം, ഓക്കെ, എന്തുകൊണ്ട് അതിനാന് നസ്രിയോടൊരു ഈഗോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും. വീട്ടിനകത്ത് ആദ്യമാണ് ഒക്കെ പെങ്ങന്മാരെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ മക്കളുടെ ഇടയിൽ തന്നെ ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ തോന്നാം. എസ്പെഷ്യലി പഠിത്തത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒരാൾ നന്നായിട്ട് പഠിക്കുക ഒരാൾ പഠിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വീട്ടുകാർ മറ്റേയാളെ ചവിട്ടി തേക്കാൻ തുടങ്ങും. അപ്പം അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിലൂടെ ഇവൻ കടന്നു പോയിട്ടുണ്ടോ, അതോ ഇനി ലഹരിയുടെ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് ഈ ചെക്കനെ എന്തെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇതിൽ ചെക്ക് ചെയ്യണം. ആൻഡ് ഈ പറഞ്ഞ അദ്നാൻ്റെ മരണം, അദ്നാൻ സ്വയം ടേപ്പ് മുഖത്ത് ചുറ്റി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്, അതിനുശേഷം അദ്നാൻ്റെ ഫോണും നസ്രിയുടെ ഫോണും കിണറ്റിൽ നിന്ന് കണ്ടുപിടിക്കുന്നതൊക്കെ അതൊക്കെ കുറച്ച് എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ് ഉള്ള പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നു. എന്താണെങ്കിലും ആ നാട്ടുകാരോട് സംസാരിച്ച കുറേ റിപ്പോർട്ടർമാരുടെ ബൈറ്റുകൾ ഞാൻ കണ്ടു. അവർക്കൊക്കെ ഇങ്ങനെ അറിയുന്നൊരു കാര്യം, ഈ വീടിനകത്ത് എന്തോ സാമ്പത്തികമായ വിഷയം ഉണ്ടാക്കിയതിനാണ് ഇവനെ അദ്നാൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നുള്ളതിന് ഉപരി വേറൊരു ഡീറ്റെയിൽസും ആ വീടിനെ കുറിച്ചോ അല്ലെങ്കിൽ വീട്ടിലെ ആളുകളെ കുറിച്ചോ വേറെ ഒന്നും അവർക്കൊന്നും പറയാനില്ല. കാര്യമായിട്ട് വേറെ വിഷയങ്ങളൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ മേ ബി അദ്നാൻ്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ലീഡ് കൊടുക്കാൻ പറ്റുമായിരിക്കും.
കാരണം ഫ്രണ്ട്സിനോട് എപ്പോഴെങ്കിലും ഈ നസ്രിയോടുള്ള ഒരു ദേഷ്യം പറഞ്ഞിട്ടുണ്ടോ, അതോ ഏതെങ്കിലും സാഹചര്യത്തിൽ വീട്ടിലൊന്നും കൂടി കയറി എന്തെങ്കിലും പൈസയോ സാധനങ്ങളോ അടിച്ചു മാറ്റണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ചിലപ്പോൾ ഫ്രണ്ട്സിന് ഈ ടൈമിൽ ഫ്രണ്ട്സിന് ചോദ്യം ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത്, ഈ ടൈമിൽ എന്തെങ്കിലും ലീഡ് കൊടുക്കാൻ പറ്റുമായിരിക്കും. ഇല്ലെങ്കിൽ ഓടിക്കൂടിയ ആളുകളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഈ അദ്നാനെ റൂമിലിട്ട് പൂട്ടിയത് ആര്? എന്തായാലും നസ്രീനെ തീർത്തത് അദ്നാനാണ്. പക്ഷേ അദ്നാൻ സ്വയം തീർന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അഗെയിൻ ഞാൻ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശ്വസിക്കാം. ബട്ട് സ്റ്റിൽ എന്നാലും അത് ഈ ഒരു വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വിശ്വസിക്കാതിരിക്കാൻ തോന്നുന്നത് ഈ ടേപ്പ് സ്വയം ചുറ്റി എന്ന് പറയുന്നതും ഫോൺ ഈ കിണറ്റി കിടക്കുന്നതുമാണ്. പിന്നെ ഇവർ ഓടിക്കൂടിയ സമയത്ത് എഗെയിൻ ഇവൻ മരിച്ചിട്ടില്ല, മനസ്സിലായോ? കുടുംബക്കാരും കൂട്ടക്കാരും നാട്ടുകാരും ഓടിക്കൂടിയ സമയത്ത് ഈ ചെക്കൻ പോയിട്ടില്ല. ചെക്കൻ ഈ പെണ്ണിനെ കൊന്നതിന് ശേഷം ഈ കുട്ടിയെയും കൊണ്ട് വീട്ടുകാർ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ഇവൻ സ്വയം തീർന്ന് നടക്കുന്നത്. അതോ ഇനി അങ്ങനെ ആ രീതിയിലുള്ളൊരു നറേറ്റീവ് ആരെങ്കിലും അവിടെ ഉണ്ടാക്കിയെടുത്തോ? ഈ പെൺകുട്ടീനെ കൊന്നിട്ട് അതേ റൂമിൽ തന്നെയാണ് ഇവൻ കിടന്നതെന്നാണ് പറയുന്നത്. രണ്ടിനും വേറെ ആരെങ്കിലും തീർത്തോ? സംശയമാണേ.